കുതിരകളുടെ കുളമ്പടികൾ കൊണ്ട് ഉയർന്നു വരുന്നതായിട്ടുള്ള പൊടിപടലങ്ങൾ, ആ പൊടിപടലങ്ങളുടെ ഇടയിലൂടെ തേരും നയിച്ചു വരുന്നു ഭഗവാൻ. ഇനിയോ പൊടികൾ ശരീരത്തിൽ അങ്ങും വന്ന് പതിച്ചിരിക്കുന്നു. ഇളകി നിൽക്കുന്നതായിട്ടുള്ള കാറ്റേറ്റ് ഇളകി നിൽക്കുന്നതായിട്ടുള്ള ഭഗവാന്റെ ചുരുൾമുടികൾ ആ ശരീരം ഉയർത്തിരിക്കുമ്പോൾ ഈ പൊടിപടലങ്ങൾ വന്ന് ഭഗവാന്റെ ശരീരങ്ങളിൽ അല്ലെങ്കിൽ മുഖകമലങ്ങളിൽ വന്ന് പതിച്ചിട്ടുണ്ട്. വിയർപ്പ് കണങ്ങളാൽ അലങ്കരിക്കപ്പെട്ട മുഖത്തോട് കൂടിയിരിക്കുന്ന അങ്ങയുടെ ദിവ്യ സ്വരൂപം. ഇനിയോ ആ സമയം എന്റെ മൂർച്ചയുള്ള ശരങ്ങളാൽ മാർച്ചട്ട പിളർന്നു ശോഭിക്കുന്ന കവചത്തോട് കൂടിയവരുമായിരിക്കുന്ന കൃഷ്ണനിൽ എന്റെ മനസ്സെത്തട്ടെ. കൃഷ്ണപിതാമഹന്റെ ശരമേറ്റുകൊണ്ട് ഭഗവാന്റെ മാർച്ചട്ട പിളർന്നു. ഭഗവാനെ കാണാൻ എങ്ങനെയാണ്? കുതിരകൾ സഞ്ചാരം ചെയ്യുമ്പോൾ ഉയർന്ന പൊടിപടലങ്ങൾ ആകാശത്തേക്ക് ഉയർന്നു നിൽക്കുമ്പോൾ അതിനിടയിലൂടെ തേടി സഞ്ചരിക്കുകയാണ്. അപ്പോൾ വിയർത്തിരിക്കുന്ന മുഖകമലങ്ങളിലെയും പൊടിപടലങ്ങൾ വന്ന് ചേർന്ന് പിടിക്കും. ആ സൂര്യന്റെയും അസ്തമയ സൂര്യന്റെയോ രശ്മികൾ കൊണ്ട് മുഖകമലങ്ങളിലേക്ക് ആ സൂര്യരശ്മികൾ പതിക്കുമ്പോൾ പൊടിപടലങ്ങൾ ചേർന്ന് തിളക്കമുള്ള മുഖകമലങ്ങളെ കാണാൻ അങ്ങനെയുള്ള സുന്ദര രൂപം എന്റെ മനസ്സിൽ ഉറച്ചിരിക്കുവാൻ ഇടയാവുന്നു എന്നും ഇവിടെ ഭീഷ്മപിതാമഹൻ പ്രാർത്ഥിക്കുക. ഏറ്റവും എന്താ പറയുക, ഭഗവാനെ മനസ്സിൽ ഉറപ്പിച്ചു. ഈ സ്വരൂപത്തെ ഇങ്ങനെ സ്തുതിച്ചു. ധാരാളം ശ്ലോകങ്ങളുണ്ട്. ഈ ദിവ്യമായിട്ടുള്ള ഭഗവാന്റെ സ്വരൂപത്തെ നിരവധിയായി വർണ്ണിക്കുന്നതായിട്ടുള്ള ശ്ലോകങ്ങളിലൂടെ ആ സ്വരൂപത്തെ ഉള്ളിൽ ഉറപ്പിച്ചു. അതിനുശേഷം എന്ത് ചെയ്തു? കൃഷ്ണയേവം ഭഗവതി മനോവാൽ കൃഷ്ണവൃദ്ധിവി ആത്മന്യാത്മാനമാവേശ്യ അന്ധശ്വാസം കുപാരമത്. ശ്രീകൃഷ്ണ സ്വരൂപത്തെ ഉള്ളിൽ ഉറപ്പിച്ചു. കണ്ണുകൾ കൊണ്ട് ആ ദിവ്യമായിട്ടുള്ള രൂപത്തെ ദർശിച്ചു. നാവുകൊണ്ട് ഗുരുവായൂരപ്പനെ സ്തുതിച്ചു. ഭീഷ്മപിതാമഹൻ എന്ത് ചെയ്തു? ഉള്ളിലേക്ക് ശ്വാസമെടുത്തു. പരമാത്മാവായിരിക്കുന്ന പരമപുരുഷനിൽ ആ ശ്രീകൃഷ്ണ പരമാത്മാവിൽ തന്റെ ചൈതന്യത്തെ ലയിപ്പിക്കുന്നു. ഇങ്ങനെ മനസ്സുകൊണ്ട് ധ്യാനിച്ചു, വാക്കുകൊണ്ട് കീർത്തിച്ചു, ദൃഷ്ടി കൊണ്ട് ഭഗവാനെ കണ്ടു. ആത്മാവും ഭഗവാനുമായിരിക്കുന്ന കൃഷ്ണനിൽ പ്രവേശിച്ചിട്ട് ഉള്ളിൽ ലയിച്ചിരിക്കുന്ന ശ്വാസത്തോടുകൂടി പരമാത്മാവിൽ കഷ്ടനായിരിക്കുന്ന ഭീഷ്മപിതാമഹൻ ഉപരമിച്ചു, ലയിച്ചു ചേർന്നു. അപ്പോൾ ശരീരം ഉപേക്ഷിക്കുമ്പോൾ ഒന്നും നമുക്ക് ആവശ്യമില്ല. ഭഗവാൻ മാത്രം നമുക്ക് പിടിക്കണം. വിട്ടുപിരിയാതിരിക്കുവാൻ ഞാനെന്നും കെട്ടിപ്പിടിക്കുന്നു തൃപ്പാദത്തിൽ. കൃഷ്ണ വിട്ടുപിരിയാതിരിക്കുവാൻ ഞാനെന്നും കെട്ടിപ്പിടിക്കുന്നു തൃപ്പാദത്തിൽ. അതുപോലെ നമുക്ക് ആരും തുണയുണ്ടാവില്ല. അന്ത്യകാലം ആത്മബന്ധുവായിരിക്കും ഗുരുവായൂരപ്പനൊഴികെ ആരും നമുക്ക് ബന്ധുവായിട്ടുണ്ടാവില്ലേ. ഭഗവാൻ മാത്രമേ ജീവനോട് ചേർന്ന് ഏറ്റവും ഒടുവിലും കാണും. ഭഗവാൻ ഈ ജീവൻ ഉപേക്ഷിച്ച് പോകാൻ താല്പര്യമില്ലാത്തതിനാൽ ചെയ്യും. ഈ ശരീരത്തോട് ബലമുള്ള കാലം അത്രയും ജീവനോട് ചേർന്ന് സഞ്ചരിക്കും. ഈ ജീവാത്മാവ് ഭഗവാനെ വിചാരിക്കുമ്പോൾ അതിലേക്ക് ആ പരമാത്മാവ് ജീവൻ ചേർത്ത് പിടിക്കും.